അമ്മാരി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഡോൾക്കി നൈറ്റ് ആട്ടോ. നമ്മളെല്ലാരും ഒന്ന് ബ്ലാക്ക് ആട്ടത് അല്ലേ? യെസ്. അപ്പൊ ഇന്ന് നമ്മളെ റമ്മൂക്കന്റെ ഡോൾക്കി നൈറ്റ് ആണ്. അതായത് മൈലാഞ്ചി കല്യാണം പോലൊക്കെ തന്നെ ഓൾക്ക് കൊടുക്കുന്ന ചെറിയൊരു ഡോൾക്കി നൈറ്റ് ആണ്. എല്ലാവരും ബ്ലാക്ക് ഒക്കെ ഇട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കൂടി ആടി സന്തോഷിക്കുന്ന ഒരു ചെറിയ പരിപാടി, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മളൊക്കെ മാറ്റി, നമ്മളെ മഹമോള് സുന്ദരിയായി, ഹീന മാറ്റുന്നുണ്ട്, ഞാനൊക്കെ മാറ്റി സെറ്റായി. ഇപ്പൊ നേരെ അമ്മായിന്റെ വീട്ടിലേക്കാട്ടോ പോണത്. മഹാ മുഖത്തൊക്കെ ചക്കരമുണ്ട് നമുക്ക് ചെയ്യല്ലോ. മഹാ നമുക്ക് അവിടെ റോട്ടുമലേക്ക് നിൽക്കാം. ഇങ്ങോട്ടോക്ക് മഹമോൾ ഈ നടക്കാണ്. അതിന് കല്യാണപ്പറ്റിലേക്ക് എത്താനായിട്ടോ കുറച്ച് കയറ്റുണ്ട്. അതായത് കുറച്ച് കുന്നിൻ്റെ മേലേക്കാണ് അമ്മായിൻ്റെ വീട് വരുന്നത്. കയറി വരുമ്പോൾ തന്നെയാണ് നമ്മളെ കൂടെ റോസിതാത്ത എത്തും, മക്കളും കുട്ടികളൊക്കെ വരുന്നത്. ഈ മുന്നിൽ കിടാണ്ട് റോസിതാത്ത, ബാക്കിലുള്ളത് എത്ത്. ഇല്ലേ കേറാൻ കഴിയില്ല. ആൾക്കാരൊക്കെ എത്തിനേക്കാട്ടി മുന്നേ കല്യാണപ്പേരയിൽ നമ്മളാട്ടോ ഫസ്റ്റ് എത്തിയത്. ഫസ്റ്റ് തന്നെ വെള്ളം കലക്കാൻ വേണ്ടി നിന്ന്. എത്താണ് കളിക്കുന്നത്, അടിപൊളി വെള്ളം കേട്ടോ, ഒന്നും പറയാനില്ല. ആരാപ്പ കളിക്കുന്നത്? പിന്നീട് കൂടെ വരുന്നില്ലേ? മഹാ അല്ല ഈസോട്ട് സുന്ദരി ആയിക്കണല്ലോ. അല്ല യൂട്യൂബിൽ വന്ന് വൈറലാവട്ടെ. അതാ പ്യാപ്പിള അവിടെ ഉണ്ടല്ലേ. നമ്മളവിടെ ചെന്നപ്പോ തന്നെ റമ്മയ്ക്കും പ്യാപ്പിളും കൂടി മുഖത്തൊക്കെ ഓരോന്നിട്ടിരിക്കണ്ടായിരുന്നു. പിന്നെ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് കുറച്ച് ബലൂൺസും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കി സെറ്റ് ചെയ്ത് നമ്മൾ എന്നാട്ടോ സെറ്റ് ചെയ്യുന്നത്. വേറെ ആർക്കും കൊടുത്തിട്ടൊന്നും. എന്നെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ ബലൂൺസിന്റെ പരിപാടിക്ക് കഴിഞ്ഞു. പിന്നെ കുറച്ച് മിഠായികൾ വാങ്ങി. അതായത് നമ്മൾ പണ്ടത്തെ മിഠായി വെച്ചിട്ട് ചെറിയൊരു കലാപരിപാടി. പിന്നെ നമ്മളെല്ലാവരും ബ്ലാക്ക് ഇടുന്നതിനെ കൊണ്ട് ചെക്കനെ കൊണ്ട് വൈറ്റ് ആട്, അതായത് കന്തൂറാട്ടോ ഇടിച്ചത്. അവനെ കൊണ്ട് ഈ അറബികളൊക്കെ ഇടുന്ന ഡ്രസ്സില്ലേ അതാട്ടോ അവനിട്ട്. താഴത്തെ സിറ്റൗട്ടിൽ പോയിട്ട് ഡോൾക്കി നൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ റംസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ. കാരണം ഹൈറ്റ് ഉള്ള ആളാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. അതൊക്കെ സെറ്റ് ചെയ്ത് ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി. അതിൻ്റെ ഇടയിൽ പറഞ്ഞ് ചോറ് തിന്നിട്ടായിരിക്കും ബാക്കി പരിപാടി എന്നൊക്കെ. അങ്ങനെ ചോറ് വളമ്പാൻ വേണ്ടി പോയിട്ടോ. അവിടെ പോയപ്പോഴാണ് ആപ്പാപ്പൻ്റെ ഏട്ടനും കൂടി എല്ലാം വളർന്ന് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഡെക്കറേഷൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടുന്ന് വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ് ചോറ് തിന്ന് കഴിഞ്ഞിട്ടാക്കാം കേക്ക് കട്ടയിലൊക്കെയാണ്. അതിന് ചോറ് തിന്ന പരിപാടിയിലേക്ക് എല്ലാവരും നിന്ന്. അങ്ങനെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് താഴത്തെ ഡെക്കറേഷനും കഴിഞ്ഞ് മേലെ ഈ സാധനങ്ങളൊക്കെ സെറ്റായിട്ടോ. ഇനി കുട്ടികളുടെ കയ്യിൽ ഇത് കൊടുത്ത് താഴോട്ട് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ വരുന്ന മക്കളുടെ കയ്യിലൊക്കെ മിഠായി ഓരോന്നോരോന്ന് കൊടുത്തിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറക്കിച്ച്. പിന്നെ അതിൻ്റെ ബാക്കിൽ റമ്മക്കനെ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ച്. മക്കളെ കയ്യിൽ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചതിന് ശേഷം പിന്നെ പ്യാപ്പിളിന് ഇറക്കുന്ന തിരക്കിലായിട്ടാണ്. കണ്ണൂരിലേക്ക് തലയിൽ എങ്ങനെ തലപ്പാവ് കെട്ടാൻ നോക്കും എനിക്ക് അറിയുന്നില്ല. അവസാനം ഞാനാട്ടോ പോയി കെട്ടിക്കൊടുത്തത്.
അങ്ങനെ ചെക്കൻ ഇറക്കിനെ കുറച്ച് വെറൈറ്റി വേണമെന്നുള്ളതിനെ കൂടെ നമ്മൾ കുടയും ചൂടിയിട്ടാണ് ഓൻ അങ്ങോട്ട് ഇറക്കിയത്. അങ്ങനെ കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുട എടുത്ത് ഞാനും മേമയും കൂടി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ. ചെക്കൻ മാറ്റി ഇറക്കാനായിട്ട് കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ചെക്കൻ്റെ അനിയത്തി ഇങ്ങോട്ട് വന്നത്, അതായത് നമ്മൾ ജഫീദ. കല്യാണായടാ വിലയില്ല ആൾക്കാര് അങ്ങനെ തന്നെ മാറ്റിക്കല്. അങ്ങനെ കല്യാണ ചെക്കനെ മാറ്റിച്ച് പോയ അവസാനം പറക്കുന്നളിത്തെ ചെക്കനാക്കിട്ട് നമ്മള് അവനവസാനം എണീച്ച് ഓടി. അങ്ങനെ കല്യാണ ചെക്കനെ താഴോട്ട് കൊണ്ടുവന്നിട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലോ, അതിൻ്റെ ഇടയിൽ ഇമ്പി മഹറൊക്കെ കൊണ്ട് കാണിച്ചാണ്. കാരണം ഓന് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാ. ഓന് ദുബായിലാണ്, അവിടെ തന്നെ ഓന് കൊണ്ടുവന്ന സാധനം കേട്ടോ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് മക്കളെല്ലാവരും കൂടി കൈയിട്ട് വരണുണ്ട് കേട്ടോ. പിന്നെ കൊണ്ടുവച്ച പണ്ടത്തെ മിഠായികളൊക്കെ എല്ലാവരും വീതിച്ചെടുത്ത് എല്ലാവരും സന്തോഷത്തിലാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ആടി സന്തോഷിച്ച് നല്ല രസമുള്ളൊരു അടിപൊളി ഡോൾക്കി നൈറ്റ് ചെയ്യുന്നു നമ്മളെ റമ്മുക്കൻ്റെ. അങ്ങനെ റമ്മുക്കൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ കഴിയട്ടെ, അതായത് കല്യാണത്തിന് രണ്ടാമത്തെ ദിവസം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.